അപ്പോൾ 93 ആയപ്പോഴത്തേക്ക് ഫാൻ ഓൺ ആയിട്ടുണ്ട്. ഫാൻ ഓൺ ആയിട്ടുണ്ട് കേട്ടോ, ഫാൻ ഓൺ ആയിട്ടുണ്ട്. ഹായ്, ഞാൻ സബിൻ സലീം, വാഹനപ്രേമികളുടെ സ്വന്തം ചാനലായ കേരള മെക്കാനിക്കലേവർക്കും സ്വാഗതം. എല്ലാവരുടെയും എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, എല്ലാ ദിവസവും അതായത് നിങ്ങൾ വാഹനം എടുക്കുന്നതിന് മുമ്പായിട്ട് ഓയിലും കൂളൻറ്റും ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യണം എന്നുള്ളത്. വേറെ ഒന്നും കൊണ്ടല്ല, ഓയിലോ കൂളൻറ്റോ അളവിൽ കുറവ് കാണിക്കുകയാണെങ്കിൽ വണ്ടിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്നോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങളോ നമുക്ക് പരിഹരിക്കാൻ പറ്റും. അപ്പം ഈ ഒരു ബീറ്റ് ഡീസലിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇതിൽ കൂളൻറ്റ് കാര്യമായ രീതിയിൽ കുറയുന്നുണ്ട്, ഫില്ല് ചെയ്ത് ഓടിക്കൊണ്ടിരുന്നതാണ്. പക്ഷേ എവിടെ നിന്നാണ് എങ്ങനെയാണ് എന്നുള്ളൊരു പിടിയും ഇല്ലാത്ത രീതിയിലാണ് ഇത് കുറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ ഇവിടെ കൊണ്ടുവന്നു, നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ചെക്ക് ചെയ്തപ്പം കംപ്ലയിൻറ്റ് കിട്ടി. കംപ്ലയിൻറ്റ് വേറൊന്നുമല്ല, ഇതിൻ്റെ തെർമോസ്റ്റാറ്റിക് കേസ്. ഇപ്പം സ്ഥിരമായിട്ട് സ്വിഫ്റ്റിലും മറ്റുമൊക്കെ വരുന്നൊരു കേസ് ഇട്ടാണ് തെർമോസ്റ്റാറ്റിക് കേസ് കംപ്ലയിൻ്റ് ആവുക എന്നുള്ളത്. ഇപ്പം ഈ വെട്ടത്തിൻ്റെ ചെറിയൊരു വിഷയമുണ്ട്, ഈ ഒരു ഭാഗത്തായിട്ടാണ് തെർമോസ്റ്റാറ്റിക് കേസും കാര്യങ്ങളൊക്കെ വരുന്നത്. ഈ ഒരു കേസിൻ്റെ ഇടയിൽ നിന്ന് ഫിറ്റ് ചെയ്യുന്ന ഭാഗത്തു നിന്നായിട്ടാണ് ലീക്ക്. അപ്പോൾ നമ്മൾ പുതിയ തെർമോസ്റ്റാറ്റിക് കേസൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഈ ഒരു സാധനം നമുക്കൊന്ന് അഴിച്ചു നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളെ വണ്ടിയുടെ തെർമോസ്റ്റാറ്റ് കേസ് ഇളക്കിയിട്ടുണ്ട്. തെർമോസ്റ്റാറ്റിക് കേസിൻ്റെ അവസ്ഥ ഇതാണ്. ഇത് ഉള്ളിൽ നിന്നൊക്കെ ഡാമേജാണ്. ഈ ഒരു ഭാഗം മൊത്തവും പൊട്ടി, കണ്ട ഇതിൻ്റെ ഈ ഒരു റബ്ബറും കാര്യങ്ങളൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു തെർമോസ്റ്റാറ്റിക് കേസിൻ്റെ ഈ ഒരു ഭാഗമൊക്കെ ഡാമേജ് ആയി പോയിട്ടുണ്ടോ, ഒടിഞ്ഞു പോയി കണ്ടോ. ഇതാണ് ഇതിൻ്റെ ഒരു അവസ്ഥയെന്ന് പറഞ്ഞാൽ. കൃത്യമായിട്ട് കൂളൻറ്റും കാര്യങ്ങളൊക്കെ നിർബന്ധമായിട്ട് വാഹനങ്ങളിൽ ഉപയോഗിക്കണം. ഇതിൻ്റെ ഓസും കൂടെ കംപ്ലയിൻ്റ് ഉണ്ട്, ആ ഓസും കൂടെ നമുക്ക് മാറണം. അതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ വരുന്നൊരു ഓസും കൂടെ കംപ്ലയിൻ്റ് ഉണ്ട്, ആ ഓസും കൂടെ മാറണം. അപ്പോൾ ഇതും കൂടെ ബാക്കി ഇളക്കിയെടുക്കാം. അതാണ്ടേ നമ്മൾ പുതിയ തെർമോസ്റ്റാറ്റിക് കേസും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഇതാണ് തെർമോസ്റ്റാറ്റ് വാൽവ് വരുന്നത്. നമ്മളെ സ്വിഫ്റ്റിനൊക്കെ വരുന്നതിൻ്റെ വേറൊരു ടൈപ്പാണ് ഈ ഒരു തെർമോസ്റ്റാറ്റിക് കേസും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഈ ഒരു സാധനം നമുക്ക് സെറ്റ് ചെയ്യണം. അത് നമുക്ക് ഇതിൽ വരുന്നൊരു ഓസ്, ഈ ഒരു പൈപ്പിൽ വരുന്ന ഓസും കൂടെ ഡാമേജ് ഉണ്ട്, അതും കൂടെ നമുക്ക് മാറണം. ഇതാണ് പഴയ തെർമോസ്റ്റാറ്റിക് കേസ് വരുന്നത്. ഇതിൻ്റെ ഈ ഒരു ഭാഗമെല്ലാം പൊടിഞ്ഞു പോയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു പുതിയതിൽ നോക്കുമ്പോൾ അറിയാൻ പറ്റും. ഈ ഒരു ഭാഗമെല്ലാം ഇതിൽ പൊടിഞ്ഞു പോയിട്ടുണ്ട്, കണ്ടോ. ഇതാണ് ഇതിൻ്റെ ഒരു അവസ്ഥ. ഇതാണ് നമ്മളിപ്പം വാങ്ങിച്ച തെർമോസ്റ്റാറ്റിക് കേസ്. അപ്പോൾ ഈ ഒരു തെർമോസ്റ്റാറ്റിക് കേസിൻ്റെ കംപ്ലയിൻറ്റ് കൊണ്ട് തന്നെ ഉറപ്പായിട്ടും വണ്ടി ഓവർ ഹീറ്റ് ആവാനും എഞ്ചിന് വിഷയങ്ങൾ വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലായിരിക്കും. കൃത്യമായിട്ട് ഓയിലും വെള്ളവും ചെക്ക് ചെയ്യുകയാണെങ്കിൽ, ഓയിലും കൂളിലും ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറവ് വരുന്നത് വെച്ചിട്ട് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് കിട്ടും. ഇനിയിപ്പം ആ ഭാഗമെല്ലാം ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയിട്ട് ഈ ഒരു ഐറ്റം ഇളക്കി നമുക്ക് സെറ്റ് ചെയ്യണം. അത് കണക്കിന് ഓസും വാങ്ങിച്ചിട്ടാണ് നമ്മളിത് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മൾ വണ്ടിയുടെ ബാക്കി പൈപ്പും സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതിന് ക്ലിപ്പ് വാങ്ങിച്ചാൽ ഇനി ഇതെല്ലാം എടുത്ത് സെറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ തെർമോസ്റ്റാറ്റിക് കേസ് സെറ്റ് ചെയ്യാൻ പോയാണ്. തെർമോസ്റ്റാറ്റ് സെറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് തെർമോസ്റ്റാറ്റിലും അത് കണക്ക് ബോഡിയിലും അനാബോണ്ട് ഇടും. വേറെ ഒന്നും കൊണ്ടല്ല, ബോഡിയിൽ അനാബോണ്ട് ഇടുമ്പോഴത്തേക്ക് ചെറിയ എണ്ണമയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒരുവിധം കവറായി സെറ്റായിട്ടിരിക്കും. ഒരു ഗ്രിപ്പ് കൂടുതൽ കിട്ടും. ഇനിയിപ്പം തെർമോസ്റ്റാറ്റിക് കേസ് ഈ ഒരു ഭാഗത്തായിട്ട് ഇരിപ്പുണ്ട്, സെറ്റ് ചെയ്യണം. നമ്മൾ ഈ ഒരു തെർമോസ്റ്റാറ്റിക് കേസ് സെറ്റ് ചെയ്ത് കൂളൻ്റ് ഇപ്പോൾ ഒഴിക്കത്തില്ല, വെള്ളം മാത്രമേ ഒഴിക്കുകയുള്ളൂ. കാര്യം ചെയ്തിപ്പം ഇത്തിരി ഓരും കാര്യങ്ങളൊക്കെ ഉണ്ട്. അടുത്ത പ്രാവശ്യം ഒരു 100-150 കിലോമീറ്റർ ഓടിയിട്ട് ആ ഒരു വെള്ളം മൊത്തം നമ്മൾ ചോർത്തി കളഞ്ഞിട്ട് കൂളൻ്റ് ആക്കുള്ളൂ. അപ്പോൾ മാക്സിമം ഫ്ലഷ് ഔട്ട് ചെയ്ത് കളയാൻ പറ്റും എന്നൊരു കൺസെപ്റ്റാണ് നമ്മൾ പറയുന്നത്. നമ്മൾ ഈ ഒരു തെർമോസ്റ്റാറ്റിക് കേസ് സെറ്റ് ചെയ്ത് കൂളൻ്റ് ഇപ്പോൾ ഒഴിക്കത്തില്ല, വെള്ളം മാത്രമേ ഒഴിക്കുകയുള്ളൂ. കാര്യം ചെയ്തിപ്പം ഇത്തിരി ഓരും കാര്യങ്ങളൊക്കെ ഉണ്ട്. അടുത്ത പ്രാവശ്യം ഒരു 100-150 കിലോമീറ്റർ ഓടിയിട്ട് ആ ഒരു വെള്ളം മൊത്തം നമ്മൾ ചോർത്തി കളഞ്ഞിട്ട് കൂളൻ്റ് ആക്കുള്ളൂ. അപ്പോൾ മാക്സിമം ഫ്ലഷ് ഔട്ട് ചെയ്ത് കളയാൻ പറ്റും എന്നൊരു കൺസെപ്റ്റാണ് നമ്മൾ പറയുന്നത്. ഈ ഒരു യൂണിറ്റ് സെറ്റ് ചെയ്ത് എല്ലാം കറക്റ്റ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ഇതിൻ്റെ ഹീറ്റ് ചെക്ക് ചെയ്ത് കൃത്യം വർക്കിംഗ് ടെമ്പറേച്ചറിൽ ഫാൻ ഓണായി ആ ടെമ്പറേച്ചർ കൃത്യം ഓഫ് ചെയ്യുന്ന ടെമ്പറേച്ചറിൽ ഓഫ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കണം. അപ്പോൾ ഇനി നമുക്ക് ഫിറ്റ് ചെയ്തിട്ട് കാണാം. അപ്പോൾ നമ്മളെ ബീറ്റിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞ് സ്റ്റാർട്ട് ചെയ്ത് റെഡിയാക്കിയിട്ടേക്കാണ്. ലീക്കും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ടുണ്ട്. ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി നോക്കാനുണ്ട്. അത് സ്വാഭാവികമായിട്ട് ഫാൻ വർക്കാവുന്ന കേസ് തന്നെയാണ്. പക്ഷേ അത് എത്ര ടെമ്പറേച്ചറിലാണ് വർക്കാവുന്നത്, എത്ര ടൈം വർക്കാവുന്നുണ്ടെന്നുള്ളത് കൃത്യമായിട്ട് നോക്കിയേ പറ്റുള്ളൂ. ഇതാണ്ടേ നമ്മളെ വണ്ടി ഇപ്പം സ്റ്റാർട്ട് ചെയ്തിട്ടേക്കാണ്. നമ്മളൊരു 3-4 പ്രാവശ്യം ഫാൻ വർക്കാവുന്ന രീതിയിൽ ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ട്, ലീക്കും കാര്യങ്ങളും നോക്കിയിട്ടുണ്ട്. നിലവിൽ ലീക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഇനിയിപ്പം നമുക്ക് ടെമ്പറേച്ചറും കൂടെ നോക്കണം, അതെങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. ഒരു വണ്ടി സാധാരണ മുമ്പ് കാലത്ത് ഈ ഒരു സ്കാൻഡുകളൊക്കെ നമ്മൾ എടുക്കുന്നതിന് മുമ്പൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന പരിപാടി എന്ന് വെച്ചാൽ വണ്ടി റേസ് ചെയ്ത് വെക്കും. റേസ് ചെയ്ത് വെച്ചിരുന്നിട്ട് 2000 RPM എന്നുള്ള രീതിയിൽ റേസ് ചെയ്ത് വെക്കും. റേസ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഫാൻ വർക്കായി കഴിഞ്ഞിട്ട് എണ്ണും 40 സെക്കൻഡിൽ 30 സെക്കൻഡിനകത്ത് കട്ടാവുന്നുണ്ടോ എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ അത് ഒരു കറക്റ്റായ കാര്യമാണോ എന്ന് വെച്ചാൽ 100% കറക്റ്റായ ഒരു കാര്യമല്ല. അങ്ങനെ നോക്കിയാലും നമുക്ക് ഏകദേശം ഒരു കാര്യങ്ങളൊക്കെ കിട്ടും. പക്ഷേ മാനുവലി ആണെങ്കിൽ കിട്ടുന്നത്. പക്ഷേ ഒരു സ്കാനിങ് ടൂൾ നമ്മളെ കയ്യിലുണ്ടെങ്കിൽ സ്കാനിങ് ടൂൾ വെച്ച് നമുക്ക് തീർച്ചയായിട്ടും ഇതിൻ്റെ ടെമ്പറേച്ചർ എത്രയിൽ വരുമ്പോൾ ഫാൻ വർക്കാവുന്നുണ്ട്, ഏത് ഫാനാണ് വർക്കാവുന്നത്, എത്ര സമയം എടുക്കുന്നുണ്ട്, ഏത് ടെമ്പറേച്ചറിൽ കട്ടാവുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. നമ്മളിപ്പം ഉപയോഗിക്കുന്നത് വെച്ചാൽ ലോഞ്ചിൻ്റെ സ്കാൻപ്ലക്സ് എക്സ് V5 എന്ന് പറയുന്ന ഒരു മോഡലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അത്യാവശ്യം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണ്. ഇപ്പോൾ ഇങ്ങോട്ട് നോക്കിയാൽ
നമ്മളിത് നിങ്ങളിങ്ങോട്ട് നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും. ഇതിലിപ്പം നമ്മൾ കൂളിംഗ് ഫാന് റിലേ 1, അത് കണക്ക് കൂളിംഗ് ഫാൻ റിലേ 2, എൻജിൻ കൂളൻ ടെമ്പറേച്ചർ അതായത് ECT സെൻസർ 2 വരുന്നുണ്ട്, വോൾട്ടേജും 1 ഡിഗ്രി സെൽഷ്യസും. അപ്പോൾ നമ്മൾ ചെറുതായിട്ട് റൈസ് ചെയ്ത് പിടിക്കുന്നുണ്ട്. ഞാനിപ്പം കുറച്ച് റൈസ് ചെയ്ത് പിടിച്ചേക്കുകയാണേ. അപ്പം എൻജിൻ കൂളൻ ടെമ്പറേച്ചർ കൂടി വന്നിട്ട് ഏകദേശം 95-96 ആകുമ്പോഴത്തേക്ക് ഫാൻ വർക്കാവും. അത് കൂളിംഗ് ഫാൻ റിലേ 1, അതായത് സ്ലോ സ്പീഡ് ആയിരിക്കും ആദ്യമേ വർക്കാവുന്നത്. പിന്നീട് അത് ഓട്ടത്തിനനുസരിച്ച് ഹൈ സ്പീഡ് വർക്കായിക്കോളും. ടെമ്പറേച്ചർ കറക്റ്റ് താഴുന്നുണ്ടോ എന്നുള്ളത് നോക്കണം. 89 93 ഇപ്പോൾ 93 ആയപ്പോഴത്തേക്ക് ഫാൻ ഓൺ ആയിട്ടുണ്ട്. ഫാൻ ഓൺ ആയിട്ടുണ്ട്. ടെമ്പറേച്ചർ താന്ന് 90 ഇപ്പോഴും ഫാൻ ഓണാണ്. 89 ഫാൻ ഓണാണ്. 89 ജസ്റ്റ് 88 അടുപ്പിച്ചാവാറായപ്പോഴത്തേക്ക് ഫാൻ ഓഫായി. ഇതുപോലെ ഒരു സ്കാനിങ് ടൂളിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് ടെമ്പറേച്ചറും കാര്യങ്ങളും എത്ര വരുമ്പോഴാണ് ഫാൻ വർക്കാവുന്നത്, ഏത് ഫാനാണ് വർക്കാവുന്നത്, അല്ലെങ്കിൽ ഏത് സ്പീഡാണ് വർക്കാവുന്നതൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഇത്തരത്തിൽ നല്ലൊരു സ്കാനിങ് ടൂൾ നിങ്ങളിലുണ്ടെങ്കിൽ പല പണികളും എളുപ്പമായിരിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് ലോഞ്ചിൻ്റെ ScanPlus-X V5 എന്ന് പറയുന്നൊരു മോഡലാണ്. ഇതിൽ കൂടിയ ടൂളുകളൊക്കെ ഉണ്ട്, പക്ഷേ എനിക്കിത് എൻ്റെ ഉപയോഗത്തിന് ആപ്റ്റാവുന്നൊരു സാധനമാണ്. ഇപ്പോൾ നിങ്ങളുടെ വാഹനങ്ങളിൽ ഏതെങ്കിലും രീതിയിൽ കൂളൻ്റൊക്കെ ലീക്ക് ഉണ്ടെങ്കിലോ അതല്ലാന്നുണ്ടെങ്കിൽ കൂളൻ്റ് കുറയുന്ന സംഭവം കാണുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ എവിടെ ലീക്ക് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. അത് ഏത് രീതിയിൽ ഈ ഒരു കൂളൻ്റ് നഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്ത് അതിന് ഇത്രയും പെട്ടെന്ന് പരിഹാരം നടത്തിയില്ല എന്നുണ്ടെങ്കിൽ എഞ്ചിന് വളരെയധികം ദോഷമായിരിക്കും, എഞ്ചിൻ പണിയിലോട്ട് പോകും എന്നുള്ളത് ഉറപ്പാണ്. ഈ ഒരു വാഹനത്തിൽ എഞ്ചിനിൽ നിന്ന് കൂളൻ ലീക്ക് വന്നുകൊണ്ടിരുന്നത് തെർമോസ്റ്റാറ്റിക് AC എന്നായിരുന്നു. നമ്മളതെല്ലാം റീപ്ലേസ് ചെയ്തിട്ടുണ്ട്, ലീക്കെല്ലാം ചെക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഓഫ് ചെയ്തിട്ട് കുറച്ചും കൂടെ തണുക്കാൻ അനുവദിക്കും. തണുത്തതിന് ശേഷം ഒന്നും കൂടെ ചെക്ക് ചെയ്തിട്ട് കസ്റ്റമറിന് വണ്ടി കൊടുക്കും. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്കെല്ലാം പ്രയോജനപ്പെടുന്നു വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.